ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. ഇറ്റാലിയൻ സ്വിസ് ട്രിപ്പ് അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4-5 ദിവസമായിട്ട് ഇപ്പോൾ 3 ദിവസം ഇറ്റലിയിൽ, 2 ദിവസം ലുസേണിൽ കറങ്ങി. അപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ ലുസേണിൽ നിന്ന് ഇന്റർലേക്കൻ എന്നുള്ളൊരു സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് 2 സിറ്റികളിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ലത് റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിനിലാണ്. ട്രെയിനിലാവുമ്പോൾ ഇങ്ങനെ നല്ല പനോരമിക്കായിട്ടുള്ള വ്യൂസ് ഒക്കെ കണ്ടിട്ട്, ഈ കാണുന്ന കണ്ടില്ലേ, നല്ല പച്ച പുതച്ചു നിൽക്കുന്ന പുൽമേടുകളും അതുപോലെ തന്നെ ഒരു മരതക പച്ചയുള്ള മലനിരകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആ യാത്ര നൽകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സ്വിസ്സിൻ്റെ തനത് ഗ്രാമീണ ഭംഗിയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് 2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യാത്രയാണ്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രസിദ്ധമായ ഗോൾഡൻ പാസ് എന്നറിയപ്പെടുന്ന ഒരു ലൈനാണ്. അത് സ്യൂറിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് മോൺട്രോ വരെ പോകുന്ന ഒരു ലൈനാണ്. അതിനകത്തൊരു ഭാഗമാണ് ഈ ലുസേണിൽ നിന്ന് ഇന്റർലേക്കനിലേക്കുള്ള അതിമനോഹരമായ ഒരു പനോരമിക് ലൈൻ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ തടാകങ്ങളുടെ അടുത്ത്, അതായത് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്റർലേക്കൺ ഭാഗത്തേക്ക് പോകുമ്പോൾ വലതുവശത്തിരിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തടാകത്തിൻ്റെ തീരത്തെ കൂടിയായിരിക്കും ഒരു മിക്ക സമയത്തും യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണത്. നിരവധി ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് സാർനൻ എന്നുള്ള തടാകക്കരയിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ സ്വിസ്സിൻ്റെ തനത് വീടുകളൊക്കെ കാണാം. അതായത് ഷാർലറ്റ് എന്ന് പറയുന്ന ഈ മരം കൊണ്ടുള്ള വീടുകളുണ്ടല്ലോ, ആ വീടുകളൊക്കെ നിരവധിയുണ്ട്. ഇത് വീട് മാത്രമല്ല, ഇവിടെ ഹോം സ്റ്റേ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. കാരണം ഇത്തരം തടാകങ്ങളുടെ തീരത്താണ് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഇടമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഷാലറ്റ്സുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുന്ന ഏതൊരു വിനോദസഞ്ചാരിയുടെയും പ്രൈമറി ഡെസ്റ്റിനേഷനാണ് ഇന്റർലേക്കൻ എന്ന ഈ കൊച്ചു പട്ടണം. ലോകത്തിന്റെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടം കൂടിയാണ് ഇന്റർലേക്കൻ. ആ ഇന്റർലേക്കനിലേക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോകുന്ന ആ സമയത്തുള്ള കാഴ്ചകൾ തന്നെ നമ്മുടെ ഒരു സൈറ്റ് സീയിങ്ങിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് റോഡ് മാർഗമായാലും ട്രെയിനിലായാലും നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല പളുങ്കു പോലെയുള്ള വെള്ളം. അതുപോലെ എവിടെ നോക്കിയാലും ഈ സമ്മർ സമയത്തായതുകൊണ്ട് നല്ല പച്ച വിരിച്ചു നിൽക്കുന്ന ഭൂപ്രകൃതിയാണ്. അതെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ ഇന്റർലേക്കൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മൗണ്ട് പിലാറ്റസ്, മൗണ്ട് റിഗി തുടങ്ങിയ മലനിരകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള താഴ്വരകളും അവിടെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് ട്രെയിൻ അങ്ങനെ ഇന്റർലേക്കൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അവസാന റീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂയിനിക് എന്നുള്ളൊരു ടണൽ ഭാഗം നമ്മൾ കടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇനി എത്തുന്നത് മനോഹരമായ ഒരു തടാകക്കരയിലൂടെയാണ് ഇനിയുള്ള സഞ്ചാരം. ലേക്ക് ബ്രീൻസ് എന്നാണ് ഈ തടാകം അറിയപ്പെടുന്നത്. ഈ ലേക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ നിറം ശരിക്കും ഒരു നീല കളർ ആണ് ശരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. നേരത്തെ കണ്ടത് നമ്മളൊരു മരതക പച്ചയൊക്കെ ആയിരുന്നു, അതിൽ നിന്ന് മാറി നല്ല നീല നിറത്തിലുള്ള ജലമുള്ള ഒരു വലിയൊരു തടാകം തന്നെയാണ് ഈ ലേക്ക് ബ്രീൻസ്. അതുപോലെ ഞങ്ങൾ ഈ സഞ്ചരിക്കുന്ന ഈ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രീൻസിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. യുങ്ഫ്രോ ടൂർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആ ടൂർ പ്രോഗ്രാമാണ് ഞങ്ങൾ ഈ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത്. ട്രെയിൻ യാത്രയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹോട്ടൽ സ്റ്റേയൊക്കെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ തന്നെയാണ് നമ്മൾക്ക് എല്ലാ യാത്രകളിലും നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, അധികം കമ്പാർട്ട്മെന്റിൽ അധികം തിരക്കുണ്ടാവില്ല. കുറച്ചും കൂടിയൊക്കെ വളരെ വിശാലമായ സീറ്റ് ആയിരിക്കും. അതുപോലെ വിൻഡോ കണ്ടില്ലേ, വളരെ വലിയ വിൻഡോ ആണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ലുസനിൽ നിന്ന് ഇന്റർലേക്കനിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. എൻ്റെ ബാക്കിൽ കാണുന്നത് ഹോട്ടൽ ജൂലാക്ക് എന്നാണ്. ഇത് സ്റ്റേഷനിൽ നിന്ന് തൊട്ട് മുമ്പിൽ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
ഈ യുങ്ഫ്രോ ടൂർസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഹോട്ടൽസ് ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ ഇന്റർലേക്കൻ ഓസ്റ്റ് എന്നുള്ളൊരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു സ്ട്രീറ്റ് വെറുതെ ക്രോസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഹോട്ടലിന്റെ മുന്നിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ യുങ്ഫ്രോ ടൂറുകാർ ഹോട്ടലെല്ലാം സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ, സ്വന്തമായിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ, ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് Booking.com അല്ലെങ്കിൽ അഗോഡ പോലുള്ള സൈറ്റുകളിലാണ്. പക്ഷേ ഈ സ്വിറ്റ്സർലൻഡിൽ ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഏകദേശം ഒരു നൈറ്റിന് തന്നെ 20,000 25,000-ൻ്റെയൊക്കെ റേറ്റുള്ള റൂമുകളാണ് സാധാരണയായിട്ടുള്ളത്. അപ്പോൾ ഇവരാകുമ്പോൾ നമുക്കൊരു 15 രൂപ 18 രൂപ ആ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതും നമുക്ക് എക്കണോമിക്കലായിട്ട് ചെയ്യാവുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ ഈ യുങ്ഫ്രോ ടൂർസ് എന്ന് പറയുന്നത്. ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഫ്രഷായി തേജുവിന് അല്പം ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും ഈ ഹോട്ടലിൻ്റെ പരിസരമൊക്കെ ഒന്ന് കറങ്ങേണ്ടോ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പരിസരം കറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു സൈറ്റ് സീയിങ്ങിന് വന്നതിന് തുല്യമാണ്. കാരണം നല്ലൊരു ഏരിയയാണ്. ഈ ബ്രീൻസ് നദിയുടെ മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഞങ്ങളുടെ റൂമിൽ നിന്നായാലും ആ വിൻഡോയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ലേക്ക് ശരിക്കും കാണാം. അപ്പോൾ ഈ ബ്രീൻസ് ലേക്കിൻ്റെ ഈ വശങ്ങളിലാണ് നിരവധി ബോട്ടുകളൊക്കെ വന്നു നിൽക്കും. ഈ ബോട്ടുകൾ എന്ന് പറയുന്നത് യാത്രക്കാരെയും കൊണ്ട് ബ്രീൻസ് നദിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനും അതുപോലെ ഇവിടെയുള്ള നിരവധി ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ടൊക്കെ പോകാനുള്ള ഒരു പ്രധാന സെൻട്രൽ സ്റ്റേഷനും കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഓസ്റ്റ് സ്റ്റേഷനിൽ കയറിയിട്ട് പല ഭാഗത്തേക്ക് പോവുകയും ചെയ്യാം. ലാറ്റർ ബ്രൂണൻ അല്ലെങ്കിൽ ഗ്രിൻഡൽ വാൾഡ് എന്ന് പറയുന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ട്. വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്കൊരു ബോട്ട് എടുത്തിട്ട് ബ്രീൻസ് നദിയൊക്കെ ഒന്ന് കറങ്ങി വരികയും ചെയ്യാം. അങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിലുള്ള പ്രൊമനേഡിലൂടെയൊക്കെ ഞങ്ങൾ നടക്കേണ്ടോ. നല്ല സുഖശീതളമായ ഒരു കാലാവസ്ഥയായതുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. ഈ ലേക്കിനും ഈ നമ്മൾ നടക്കുന്ന ഈ പ്രൊമനേഡിന് ഇടയിലായിട്ട് നല്ല ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ നമുക്ക് വളരെ സേഫായിട്ട് അവിടെ നടത്താൻ പറ്റും. വെള്ളത്തിലേക്ക് വീഴുമെന്ന് നമ്മൾ പേടിക്കൊന്നും വേണ്ട. അതുപോലെ സമ്മർ സമയമായതുകൊണ്ട് നിരവധി സഞ്ചാരികളൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളാനൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഈ സമയത്താണ് ഈ ഇത്തരം ലേക്കുകളിൽ അവർ നീന്തി കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഈ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഹാർഡർ ക്ലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു മൗണ്ടൻ റേഞ്ചാണ്. നമുക്ക് അവിടേക്ക് വേണമെങ്കിൽ ഒരു ട്രക്ക് ചെയ്ത് കയറാം, അല്ലെങ്കിൽ ഒരു ഫുനിക്കുലർ വഴി കയറാം. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതാ ആ കാണുന്ന ഇരുനില കെട്ടിടമില്ലേ, അതാണ് ഈ ഹാർഡർ ക്ലമ്മിലേക്കുള്ള ടിക്കറ്റ് ഓഫീസാണ് കാണുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ തൊട്ട് മുന്നിലൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് ഇനി ട്രെയിൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ട്രെയിൻ കടന്നുപോയി. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഗുണമുണ്ട്. കാരണം സ്വിസ് പാസ് ഉള്ളത് കൊണ്ട് നമുക്ക് 50% കൊടുത്താൽ മതി. ഇന്റർലേക്കിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന, അതായത് ഏറ്റവും മുകളിലുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് പോകേണ്ട ഒരു റൈഡാണ് ഹാർഡർ ക്ലം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് ഫുനിക്കുലറിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ഹാർഡർ ക്ലമ്മിൻ്റെ മുകളിലെത്തി. ഫുനിക്കുലറിലേക്ക് മുകളിലേക്കുള്ള കാഴ്ചകൾ എനിക്ക് പകർത്താൻ പറ്റിയില്ല. കാരണം ഞാൻ മധ്യഭാഗത്താണ് ഇരുന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഒന്നുകിൽ ഫ്രണ്ടിലോ ബാക്കിലോ നിൽക്കണം. മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ചകൾ, ആഹാ, അതിസുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഈ ഫുനിക്കുലർ എന്ന് പറയുന്നത് ഓരോ അരമണിക്കൂർ ഇടവിട്ടാണ് താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും പോകുന്നത്. ബെർണിസ് ഓപ്പർലാൻഡിന്റെ വ്യൂ പോയിന്റുകളിലൊന്നാണ് ഈ ഹാർഡർ ക്ലം എന്ന് പറയുന്ന മലമുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1300 മീറ്ററാണ് അതിന്റെ ഉയരം. അതുപോലെ ഫുനിക്കുലറിന്റെ ആ ഒരു ചരിവ് എന്ന് പറയുന്നത് 45 ഡിഗ്രി മുതൽ 64 ഡിഗ്രി വരെ ചരിവുണ്ട്. മുകളിലത്തെ കാഴ്ചകൾ അതാണ് അതിമനോഹരമായിട്ടുള്ളത്. ഇന്റർലേക്കിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഈ ഹാർഡർ ക്ലം. ഇന്റർലേക്കിന്റെ മാത്രമല്ല, ഈ യുങ്ഫ്രോ ഏരിയയുടെ. ഇവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ആ 2 പ്രധാന തടാകങ്ങളാണ്. ഇന്റർലേക്കൺ എന്ന് പറയുന്നത് 2 തടാകങ്ങളുടെ ഇടയിലുള്ള ഒരു താഴ്വരയാണല്ലോ. തൂൺ തടാകം, അതുപോലെ തന്നെ ബ്രെയിൻസ് തടാകം. അങ്ങ് ദൂരെ കാണാൻ പറ്റും നമുക്ക് ആ നല്ല നീല നിറത്തിൽ ബ്രെയിൻസ് തടാകമൊക്കെ ഇങ്ങനെ പളങ്ക് പോലെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ നല്ല മികച്ചതായതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും കാണുന്നത്. ഇന്റർലേക്കിന്റെ ആ താഴ്വര നോക്കി, ആ ചെറു പട്ടണം എന്തൊരു ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. അതുപോലെ മലനിരകൾ, ആൽപ്സിന്റെ പല ഏരിയകളാണ് നമുക്കൊരു 360 ഡിഗ്രിയിലൂടെ കാണാൻ പറ്റുന്നത്.
അതിൻ്റെ ഏറ്റവും ബാക്കിലുള്ള മലനിരകളിൽ ഇപ്പോഴും മഞ്ഞുണ്ട്. അതായത് ഈ കടുത്ത സമ്മറിൽ പോലും മലനിരകളിൽ മഞ്ഞ് മാറിയിട്ടില്ല. വിൻ്ററിലാണെങ്കിൽ ഈ ഏരിയ മൊത്തം മഞ്ഞ് മൂടിയിരിക്കും. ഇന്റർലേക്കിൻ്റെ ശരിക്കും ആ ഒരു മനോഹരമായ ദൃശ്യം കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ട്രെക്കിംഗ് 44 ഷെഫാണ് ഇത് ഇവിടേക്കുള്ള ചാർജ്. പക്ഷെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പാസ് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 50% പാസോ അല്ലെങ്കിൽ ഓവർലാൻഡ് പാസ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ തികച്ചും സൗജന്യമായിരിക്കും. അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഇന്റർലേക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹാഡർക്ലൂം എന്നുള്ള ഈ ഒരു ട്രെക്കിംഗ് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. കാഴ്ചകളെ കണ്ട് ഞങ്ങളിങ്ങനെ വീണ്ടും നടക്കുകയാണ്. ഇന്റർലേക്കൺ എന്ന ടൗണിൻ്റെയും അതുപോലെ യുങ്ഫ്രോ ഏരിയയുടെയൊക്കെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ ഈ ഹാഡർക്ലൂം എന്നുള്ള മലമുകളിൽ നിന്ന് കണ്ട ശേഷം ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങേണ്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഫുണിക്കുലറിൻ്റെ ഏറ്റവും ബാക്കിലാണ് നിന്നത്. അപ്പോൾ ഈ ഫുണിക്കുലർ പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. വീണ്ടും ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ താഴെ എത്തിയിട്ട് ഞങ്ങൾ ഇനി നേരെ ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പോൾ സൂര്യൻ തേജുമൊക്കെ കുറച്ച് നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ അവർക്ക് കുറച്ച് നേരം വിശ്രമിക്കണം. പക്ഷേ എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ റൂമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റൂമാണ്. ഇതിൻ്റെ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ബ്രീൻസ് നദിയുടെ വിശാലമായ ആ ഒരു നീലക്കളറൊക്കെ നീലപ്പരപ്പൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇന്റർലേക്കൻ ഈസ്റ്റ് ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവര് അതിന് വിളിക്കുന്നത് ഇന്റർലേക്കൻ ഓസ്റ്റ്. ഈ ഇന്റർലേക്കൻ ഈസ്റ്റ് ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വിവിധ ഗ്രാമങ്ങളിലോട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ യുങ്ഫ്രോ ടൂർ പാസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്കൊരു പാസ് വരും. ഈ പാസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ബസ്സുകളിലേക്ക് നമുക്ക് ഫ്രീ റൈഡാണ്. നമ്മൾ ഒട്ടും തന്നെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഷെഫ് പോലും വളരെ വിലയുള്ളതാണെന്ന് ആലോചിക്കണം. കാരണം ഒരു ഷെഫ് എന്ന് പറയുന്നത് ഏകദേശം 100-140 രൂപയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ നമുക്ക് സുഖമല്ലേ, ഏത് ബസ്സിലാണെങ്കിലും എപ്പോഴാണെങ്കിലും കയറാം. അൺലിമിറ്റഡ് പാസ് പോലെയാണ്. അങ്ങനെ ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് സ്വിറ്റ്സർലൻഡിലെ അല്ലെങ്കിൽ ഇന്റർലേക്കനിലെ ഒരു ഗ്രാമം. ഇസ്ലെറ്റ് വോൾഡ് എന്നാണ് അതറിയപ്പെടുന്നത്. സ്വിസ്സിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം ഇസ്ലെറ്റ് വോൾഡ്. അതിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. സ്വിസ്സിലെ പട്ടണങ്ങൾ വരെ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഭംഗി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഒരു ചെറിയ ഗ്രാമം, 400-500 പേര് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ആഡംബരമായ ഒരു കെട്ടിടങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ കാണുന്നത് കണ്ടില്ലേ, ശരിക്കും തനത് സ്വിസ്സിൻ്റെ ആ ഷാലറ്റുകളാണ് ഈ കാണുന്നത്. ഷാലറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരം കൊണ്ടുണ്ടാക്കിയ വീടുകൾ. ഇവിടെയൊക്കെ ചിലപ്പോൾ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്നുണ്ടാവും. ഹോം സ്റ്റേ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി ഷാലറ്റ്സുകളുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് ഈ തടാകത്തിൻ്റെ തീരത്ത് ബോട്ടുകൾ നങ്കൂരമിട്ടുകൊണ്ട് സഞ്ചാരികൾ വന്ന് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയും ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണിത് അല്ലേ. നമുക്ക് വേറെ എന്തിനാ സ്ഥലങ്ങളിൽ ഇനി കറങ്ങി നടക്കുന്നത്? ഈ തീരത്ത് ഇങ്ങനെ നിന്നാൽ പോരെ. എന്തൊരു ഭംഗിയാണത്. എങ്ങനെയുണ്ട് ഈ ഗ്രാമം? എന്ത് ഭംഗിയാണ് ഈ ഗ്രാമം കാണാൻ അല്ലേ. ഇസ്റ്റൽ വോൾഡ്. ഇസ്ലെറ്റ് വോൾഡ് എന്ന ആ ഗ്രാമത്തിലെ ചെറിയ വഴികളിലൂടെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അതുപോലെ തടാകത്തിന്റെ തീരത്തുള്ള പ്രൊമനേഡിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ ഒരു ദൃശ്യാനുഭവം എന്തൊരു രസമാണെന്നറിയാമോ? അതൊന്ന് അനുഭവിച്ചറിയണം. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കി ഞാനൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ ബാഗിലുണ്ടായിരുന്ന കുടിവെള്ളം തീർന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? സാധാരണ ഒരു പട്ടണത്തിൽ പോലെ ഗ്രോസറി ഷോപ്പുകളോ മറ്റു ഷോപ്പുകളോ ഒന്നും ഇവിടെ കാണില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് വെള്ളം ഒപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്വിസ്സിലും അല്ലെങ്കിൽ യൂറോപ്പിലെ പല ഗ്രാമങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പല പബ്ലിക് ടാപ്പ് വാട്ടർ കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആൽപ്സിൻ്റെ താഴ്വരയിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണല്ലോ, അതുകൊണ്ട് ഒട്ടും മാലിന്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നറിയാം. അങ്ങനെ ഞാനൊരു പബ്ലിക് ടാപ്പ് കണ്ടു, അവിടെ നിന്ന് വെള്ളം ശേഖരിച്ചു. ഇന്ന് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യണേക്ക് മുമ്പായിട്ട് ഗ്രോസറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പറയണേ, ഇന്റർലേക്കനിൽ വരികയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതിലും ഗ്രോസറി കിട്ടുന്ന വെള്ളത്തിനേക്കാളും നല്ല വെള്ളമാണ് ഇവിടെ പുറത്ത് കിട്ടുന്നതെന്ന്. പിന്നീട് ഞാൻ ചെന്നത് ഒരു പിയറിൻ്റെ അടുത്താണ്. ഈ പിയറിലാണ് പല പല ഗ്രാമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്റർലേക്കിൽ നിന്നൊക്കെ ബോട്ട് സർവീസ് വഴി സഞ്ചാരികൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലൊക്കെ കറങ്ങാൻ വരുന്നത്.
അപ്പോൾ ഞാൻ തിരിച്ചു പോകാനുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ബോട്ട് ഉണ്ടെങ്കിൽ ആ ബോട്ടിൽ കയറി എനിക്ക് ഇന്റർലേക്കനിൽ എത്താൻ പറ്റും. നമ്മുടെ ഹോട്ടലിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് അത് നങ്കൂരമിടുന്നത്. പക്ഷേ ഏകദേശം ഇനിയുണ്ട് 1.5 മണിക്കൂർ സമയമെടുക്കും അടുത്ത ബോട്ട് വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇനി കുറച്ച് കാഴ്ചകളും കൂടി കണ്ടതിന് ശേഷം തിരിച്ച് ബസ്സിൽ തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ ആ കാഴ്ചകൾ, ആ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഒന്നുകൂടി കാണാൻ വേണ്ടി ആ ഷാലറ്റ്സിൻ്റെയൊക്കെ അടുത്തേക്ക് കൂടി, അതുമാത്രമല്ല നല്ല പച്ചപ്പുൽ വിരിച്ച കുറേ സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ആൽപ്സിൻ്റെ മലനിരകൾ പശ്ചാത്തലമായിട്ട് കാണുന്ന ചെറിയ ചെറിയ വഴികൾ, നമ്മൾ ശരിക്കും പണ്ട് ആ സീനിക് പിക്ചേഴ്സിലൊക്കെ മാത്രമേ നമ്മളത് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ കലണ്ടറിലൊക്കെ കാണില്ലേ. അപ്പോൾ അങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ നടക്കാൻ തന്നെ ഒരു രസകരമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കാഴ്ചകളും കൂടി പകർത്തിയിട്ട് ഞാൻ വീണ്ടും പിയറിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. ഈ പിയറിൻ്റെ അടുത്ത് തടാകത്തിന് അഭിമുഖമായിട്ട് ഒരു ആടിൻ്റെ ശില്പമുണ്ട്. കോലാട് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ആടാണ് ഇവരുടെ ഈ പ്രൊവിൻസിൻ്റെ ചിഹ്നമായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പല സിനിമകളും, അതായത് വിദേശ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ പിയർ, പ്രത്യേകിച്ച് കൊറിയൻ സിനിമകൾ. അങ്ങനെ ആ പിയറിലെ കാഴ്ചകൾ, അവിടെ നിരവധി സഞ്ചാരികളാണ് ഈ പിയറിൽ വന്നിരിക്കുന്നത്. ആ ഡെക്കിലൊക്കെ കയറണമെങ്കിൽ വീണ്ടും എന്തോ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു, ഏതോ 5 ഷെഫാണെന്ന് തോന്നുന്നു. ആ പിയർ ഡെക്കിലോട്ടൊക്കെ കയറിയിട്ട് നമുക്ക് വെഡ്ഡിങ് ഷൂട്ടിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ടി ഷൂട്ടിനൊക്കെ വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഞാനത് കയറാൻ പോയില്ല. ഞാൻ അവിടെ നിന്ന് അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് അടങ്ങിയിരുന്നു. അങ്ങനെ ഇന്റർലേക്കൻ എന്നുള്ളൊരു ഗ്രാമത്തിൽ വന്നു, ഒരു ടൗണിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. എന്തൊരു മനോഹരമായ കാഴ്ചകൾ. സ്വിസ്സിലെ തനത് ഗ്രാമങ്ങൾ കാണണമെന്ന് ശരിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ ഇനിയുണ്ട്, അത് ഗ്രിൻഡൽവാൾഡ് ഉണ്ട്, അതുപോലെ ലോട്ടൻബ്രോൺ ഉണ്ട്. അവിടെയൊക്കെ നാളെ പോകുന്നുണ്ട്. മനോഹരമായ കുറേ സമയം ഒരു ദിവസം കൊണ്ടാണെങ്കിൽ പോലും ഇന്റർലേക്കനിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗ്രാമങ്ങളിലും ചെലവഴിച്ച ശേഷം ഇനി നാളെ ഇന്റർലേക്കനിലെ മറ്റുള്ള കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. അതുവരെ നമസ്കാരം, ഗുഡ് ബൈ.